നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് JEE അഡ്വാൻസിന് 7,287 റാങ്ക് വാങ്ങി നിൽക്കുന്ന ഒരു മിടുക്കനാണുള്ളത്. പേര് ശിവാനന്ദ്. നമുക്ക് ശിവാനന്ദിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ശിവാനന്ദ്, ഇവിടുന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് പോയതാണല്ലേ? അത് കഴിഞ്ഞ് ഇന്ന് ഈ ദിവസം ഈ ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ നൗ? ഒരു വലിയൊരു ഫേസ് കഴിഞ്ഞ പോലെ ഉണ്ട്. സത്യത്തിൽ റിപ്പീറ്റ് ഒരു നമ്മളെ ഫുൾ ട്രാൻസ്ഫോം ചെയ്യണ ഒരു ഫേസ് തന്നെയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ ഈ സ്ട്രഗിളിലുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അവരൊക്കെ എല്ലാവരും IIT-യിലും NIT-യിലൊക്കെ ജോയിൻ ചെയ്യണം കാണുമ്പോൾ സന്തോഷം. ശിവാനന്ദ് എവിടെയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എനിക്ക് IIT BHU എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആരും ചൂസ് ചെയ്യാത്തൊരു ഫീൽഡാണ് അത്. അധികം നമ്മൾ ആദ്യം കാണാത്തൊരു ഫീൽഡാണ്, ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ചൂസ് ചെയ്തത്? അല്ല, എനിക്ക് പണ്ടേ തൊട്ട് ഫിസിക്സ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ നേരത്തെ എനിക്ക് ഫിസിക്സിൽ വല്ല റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു നോക്കണത്. അപ്പോൾ IIT-ന്ന് തന്നെ ഫിസിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ കിട്ടുമെന്ന് വിചാരിച്ച് എന്തായാലും ഫിസിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ കുറേ മോഡൽ എക്സാംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ആ മോഡൽ എക്സാംസ് എല്ലാം എഴുതിയിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പം എങ്ങനെയുണ്ടായിരുന്നു? ഇത് മെയിൻ ആയിട്ടുള്ള എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും പാടായിരുന്നോ എളുപ്പമായിരുന്നോ? ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നോ? അതെ, മെയിൻസും അഡ്വാൻസിനും ഇവിടുത്തെ മോക്ക് ടെസ്റ്റാണ് ഏറ്റവും ഉപയോഗം. ഭയങ്കര ഉപയോഗമാണ്. ഒരു എക്സാം പോലും മിസ്സാവരുത്. എനിക്ക് തന്നെയിപ്പോൾ ചിലതും ഞാൻ മിസ് ചെയ്തു. പക്ഷേ ശരിക്കും മിസ്സാവാൻ പാടില്ലായിരുന്നു ഒന്നും. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി തന്നെ അതിൽ നിന്നുള്ള പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടെ സുഖമായിട്ട് മാർക്ക് സുഖമായിട്ട് കിട്ടണത്. പിന്നെ ലെവൽ നോക്കുമ്പോൾ മെയിൻസും അഡ്വാൻസ്ഡും പൊടിക്ക് കൂടുതലായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ സെയിം ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടണ കാരണം അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടെസ്റ്റ് സെൻറ്ററിൽ പോയി. കഴിഞ്ഞൊരു വർഷം റിപ്പീറ്റ് ചെയ്യാണ്, കുറേ എക്സാംസ് എഴുതും, കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിന്നത് ഓഫ് കോഴ്സ് പാരൻസ് ആയിരിക്കും അല്ലേ? അവരുടെ ഒരു മോട്ടിവേഷൻ. അതുകൂടാതെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറീസ്, മോട്ടിവേഷൻ ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? ഞങ്ങൾക്ക് മെയിൻലി ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ബിനിൽ സാറും ബിനോയ് സാറൊക്കെ ഹോസ്റ്റലിൽ വരുമായിരുന്നു. എന്നിട്ട് എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഭയങ്കര മോട്ടിവേഷനിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇപ്പം കിഷോർ സാറ്, റാവു സാറൊക്കെ ഭയങ്കര മോട്ടിവേഷനിലായിരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് തരും. നമ്മളതിൻ്റെ ഒപ്പം പഠിച്ചു പോയാൽ മാത്രം മതി, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിക്കില്ല. റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പം എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നോ മനസ്സിൽ? ഓക്കെ, എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിരിക്കുമോ, നമുക്ക് എക്സാംസ് ടഫ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഫെയറോട് കൂടിയിട്ടായിരുന്നോ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്? എന്തായാലും ഒരു പാട് ഫേസാന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ അത്രയും സപ്പോർട്ടും ബാക്കി എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പാർട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി, മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ബ്രില്യൻ്റ് തന്നെ അറേഞ്ച് ചെയ്ത് തരും. അതുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ട് അത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാരൻസിന് എന്താ പറയാൻ വേണ്ടിയുള്ള? പാരൻസ് ഉണ്ട്, അങ്കിൾ ഉണ്ട്, ഒപ്പം എന്താ പറയാനുള്ള? മോനിപ്പോൾ ഭയങ്കര മിന്നുന്ന റാങ്ക്, നല്ലൊരു റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഹൗ ഡു യു ഫീൽ നൗ? ആക്ച്വലി അവൻ ഡ്രീം ചെയ്തിരുന്ന ഒരു ഫീൽഡ് തന്നെ അവന് കിട്ടി. അവന് പണ്ടേ തൊട്ട് ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ആളാണ്, റിസർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കാരണം അവന് അത് ഫസ്റ്റ് സെഷനിൽ തന്നെ അവൻ ഈ ലോക്ക്ഡ് ഇറ്റ്. അത് കിട്ടിയപ്പോൾ തന്നെ വാരണാസിയിൽ കിട്ടി. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. താങ്ക്സ് ടു ഗോഡ്, ഗുരൂസ്, സാറുമാർ, ഇവിടുത്തെ ബ്രില്യൻ്റ് സാറുമാർ, അമേസിങ്. ഒന്നും പറയാനില്ല. അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ വരാൻ നേരത്ത് ആ സാറന്മാരുടെ ആറ്റിറ്റ്യൂഡ് സോ നൈസ്. അതിൻ്റെ അതൊന്നും പറയാനില്ല. നമ്മളെ അത്രയ്ക്ക് കംഫർട്ടബിൾ ആക്കും. നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിലേക്ക്. ഐ ഡോണ്ട് നോ ഹൗ ഡു ദേ മാനേജ് ദിസ്. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് മാജിക് ശരിക്കും. അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക് ഉപയോഗിക്കാവുന്നത്. അവരുടെ ആ നേച്ചർ, ഇവരെ മോൾഡ് ചെയ്തെടുക്കുന്ന രീതി അമേസിങ്. ഐ ഡോണ്ട് നോ, സംതിങ് സ്പെഷ്യൽ. ഇത് തന്നെ ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടൈമാണ് അവൻ ഹോസ്റ്റലിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് മാറി നിൽക്കുമ്പോഴുള്ള റിയാക്ഷൻസും എങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അവൻ ബ്രില്യൻറ്റ് പാലയുടെ സപ്പോർട്ടോടുകൂടി എല്ലാം ഫൈനായിട്ട് കിടന്നു. ഞങ്ങളും ഹാപ്പി, അവനും ഹാപ്പി. താങ്ക് യു. ഇത് ഒരു നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഫാമിലിയിലെ ഫസ്റ്റ് IIT-ന്ന് ഉള്ള ഒരു ഇതാണ്. അതെ, എനിക്കും അളിയനും പറ്റാത്തത് ഇവരിലൂടെ ഞങ്ങൾ കണ്ടോ? യു മേക്ക് ദ ഫാമിലി പ്രൗഡ് അല്ലേ? ഇത് ഇനിയും ലൈഫിൽ അങ്ങോട്ട് ഓരോന്നോലും അവരെ പ്രൗഡാക്കി വെക്കണം. നീ നിൻ്റെ ആഗ്രഹങ്ങൾ തേടി പോകണം. ലൈഫിൽ അങ്ങോട്ട് എല്ലാവിധ സക്സസ്സുകൾക്കും ബ്രില്യൻ്റ് ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.